നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. ഓസ്ട്രേലിയയിൽ അടിയന്തര നിയമനം, മലയാളികൾക്ക് സുവർണാവസരം. ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന മലയാളികൾക്ക് സന്തോഷവാർത്ത. 2026 ആയിരക്കണക്കിന് തൊഴിലവസരങ്ങളാണ് വിദേശികൾക്കായി തുറന്നിട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഏജ്ഡ് കെയർ, നഴ്സിംഗ്, കൺസ്ട്രക്ഷൻ, ഹോസ്പിറ്റാലിറ്റി, മൈനിംഗ്, ടീച്ചിംഗ് തുടങ്ങിയ മേഖലകളിൽ കടുത്ത തൊഴിലാളി ക്ഷാമമാണ് ഓസ്ട്രേലിയ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി സ്ഥാപനങ്ങൾ വിസ സ്പോൺസർഷിപ്പ് നൽകിക്കൊണ്ട് തന്നെ വിദേശികളെ നിയമിക്കുന്നുണ്ട്. ഉദാഹരണമാണ് ഓസിസ് ഗ്രൂപ്പ്. ഇന്ന് നമുക്ക് ലഭ്യമായ ജോലികൾ, ശമ്പളം, അപേക്ഷിക്കേണ്ട സൈറ്റുകൾ, വിസ സ്പോൺസർഷിപ്പ് നേടാനുള്ള മാർഗങ്ങൾ എന്നിവ വിശദമായി നോക്കാം. ആദ്യമായി ഏജ്ഡ് കെയർ വർക്കർ തസ്തികയിലേക്ക് എങ്ങനെ അപേക്ഷിക്കാമെന്ന് നോക്കാം. ഓസ്ട്രേലിയയിലെ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ജോലി മേഖലയാണ് ഏജ്ഡ് കെയർ. വയോജനങ്ങളെ പരിചരിക്കുക, മരുന്ന് നൽകാൻ സഹായിക്കുക, ദൈനംദിന പ്രവർത്തനങ്ങളിൽ സഹായിക്കുക എന്നിവയാണ് പ്രധാന ജോലി. ചില സ്ഥാപനങ്ങൾ വിസ സ്പോൺസർഷിപ്പ് നൽകുന്നുണ്ട്. ഏജ്ഡ് കെയർ മേഖലയിൽ വിദേശ തൊഴിലാളികൾക്ക് വലിയ അവസരമുണ്ടെന്ന് പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. PR സാധ്യത. ഏജ്ഡ് കെയർ ജോലികൾ ഓസ്ട്രേലിയയുടെ സ്കിൽഡ് ഓക്യുപ്പേഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതിനാൽ സ്ഥിര താമസത്തിനുള്ള മികച്ച വഴിയാണ് ഇത്. ശമ്പളം പ്രാരംഭഘട്ടത്തിൽ പ്രതിവർഷം 65,000 മുതൽ ഉയർന്ന തസ്തികകളിലേക്ക് പോകുന്തോറും 95,000 AUD വരെ ശമ്പളം ലഭിക്കാറുണ്ട്. തൊഴിൽ മേഖലകൾ റെസിഡൻഷ്യൽ കെയർ ഫെസിലിറ്റികൾ, ഇൻഹോം കെയർ, ഹോം കെയർ സർവീസുകൾ, ഹോസ്പീസ് കെയർ എന്നിവയാണ്. ആവശ്യമായ യോഗ്യതകൾ സർട്ടിഫിക്കറ്റ് ഇൻ ഇൻഡിവിജ്വൽ സപ്പോർട്ട് ഏജിങ്ങിൽ. ഈ മേഖലയിൽ പ്രവേശിക്കാൻ ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ട കോഴ്സാണ് ഇത്. സർട്ടിഫിക്കറ്റ് ഫോർ ഇൻ ഏജിംഗ് സപ്പോർട്ട്. കൂടുതൽ ഉയർന്ന ചുമതലകൾക്കായി പഠിക്കുന്ന കോഴ്സാണ് സർട്ടിഫിക്കറ്റ് ഫോർ ഇൻ ഏജിംഗ് സപ്പോർട്ട് എന്ന് പറയുന്നത്. കൂടാതെ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം, IELTS അല്ലെങ്കിൽ PTE, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. ഓസ്ട്രേലിയയിലെ ഈ മേഖലയെക്കുറിച്ചുള്ള ഔദ്യോഗിക വിവരങ്ങൾക്കായി ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് ആൻഡ് ഏജ്ഡ് കെയർ സന്ദർശിക്കാവുന്നതാണ്. ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് ആൻഡ് ഏജ്ഡ് കെയർ സന്ദർശിച്ചു കഴിഞ്ഞാൽ ഈ ജോലിക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കേണ്ടത് എങ്ങനെയെന്നും എന്തെല്ലാമാണ് യോഗ്യതകളെന്നും തുടങ്ങിയ എല്ലാ വിവരങ്ങളും ഈ വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കും. പ്രധാന സ്പോൺസർമാർ ഓപ്പൽ ഹെൽത്ത് കെയർ, ബുപ്പ ഏജ്ഡ് കെയർ, റജീസ് ഏജ്ഡ് കെയർ തുടങ്ങിയ പ്രമുഖ കെയർ ഹോമുകൾ വിദേശ തൊഴിലാളികളെ സ്പോൺസർ ചെയ്യാറുണ്ട്. ഏജ്ഡ് കെയർ ജീവനക്കാർക്ക് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറാൻ 3 പ്രധാന വിസ വഴികളാണ് ഉള്ളത്. ഏറ്റവും എളുപ്പമുള്ള വഴി ഏജ്ഡ് കെയർ ഇൻഡസ്ട്രി ലേബർ എഗ്രിമെൻറ്റ് ACILA ആണ്. ഓസ്ട്രേലിയൻ സർക്കാരും അംഗീകൃത ഏജ്ഡ് കെയർ തൊഴിലുടമകളും തമ്മിലുള്ള പ്രത്യേക കരാറാണ് ഇത്. ഇതിലൂടെ വിദേശികൾക്ക് നേരിട്ട് വിസ ലഭിക്കും. ഓസ്പിയർ ഇമിഗ്രേഷൻ ഇത്തരം എഗ്രിമെൻറ്റ് നൽകാൻ സഹായിക്കാറുണ്ട്. ഇതിന് ആദ്യഘട്ടം സബ് ക്ലാസ് 482 വിസ. ഒരു അംഗീകൃത തൊഴിലുടമ നിങ്ങളെ സ്പോൺസർ ചെയ്താൽ 4 വർഷം വരെ കാലാവധിയുള്ള ഈ താൽക്കാലിക വിസ നിങ്ങൾക്ക് ലഭിക്കും. PR സാധ്യത. സബ് ക്ലാസ് 186 വിസയാണ്. ഈ വിസയിൽ ആ തൊഴിലുടമയ്ക്ക് കീഴിൽ 2 വർഷം ജോലി പൂർത്തിയാക്കിയാൽ നേരിട്ട് പെർമനൻ്റ് റെസിഡൻസിക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇളവുകൾ ഒരുപാട് വരുന്നുണ്ട്. മറ്റ് സാധാരണ വിസകളെ അപേക്ഷിച്ച് ഇതിന് കുറഞ്ഞ ഇംഗ്ലീഷ് പ്രാവീണ്യം IELTS 5 അല്ലെങ്കിൽ തത്തുല്യം മതി. കുറഞ്ഞ പ്രവൃത്തി പരിചയവും മതിയാകും. പിന്നെ റീജിയണൽ വിസകളുണ്ട്. സബ് ക്ലാസ് 491/494. സിഡ്നി, മെൽബൺ പോലുള്ള വലിയ നഗരങ്ങൾക്ക് പുറത്തുള്ള റീജിയണൽ ഏരിയകളിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്കുള്ള വിസകളാണ് ഇവ. സബ് ക്ലാസ് 491 സ്റ്റേറ്റ് ഗവൺമെൻറ് നോമിനേഷൻ വഴിയുള്ള ഈ വിസയിൽ 5 വർഷം താമസിക്കാം. 3 വർഷത്തെ ജോലിക്ക് ശേഷം PRലേക്ക് മാറാം. ഡിസൈൻഡ് ഏരിയ മൈഗ്രേഷൻ എഗ്രിമെൻറ്റ്. ചില പ്രത്യേക റീജിയണൽ മേഖലകളിൽ പ്രായപരിധി, ശമ്പളം, ഇംഗ്ലീഷ് എന്നിവയിൽ വലിയ ഇളവുകളോടെ ജോലി ചെയ്യാനുള്ള സ്പോൺസർഷിപ്പ് വിസയാണ് ഇത്. പിന്നെ ജനറൽ സ്കിൽഡ് മൈഗ്രേഷൻ സബ് ക്ലാസ് 189/190. തൊഴിലുടമയുടെ സ്പോൺസർഷിപ്പ് ഇല്ലാതെ നിങ്ങളുടെ പ്രായം, വിദ്യാഭ്യാസം, പ്രവൃത്തി പരിചയം, ഇംഗ്ലീഷ് സ്കോർ എന്നിവയ്ക്ക് ലഭിക്കുന്ന പോയിന്റുകളുടെ അടിസ്ഥാനത്തിൽ പോയിന്റ്സ് ബേസ്ഡ് സിസ്റ്റമാണ്. നേരിട്ട് PR നേടാനുള്ള വഴിയാണ് ഇത്. എന്നാൽ രജിസ്റ്റേർഡ് നഴ്സുമാർക്കാണ് ഈ വഴിയിൽ കൂടുതൽ സാധ്യതയുള്ളത്. വിസ ലഭിക്കാനുള്ള അടിസ്ഥാന യോഗ്യതകൾ വിദ്യാഭ്യാസം, ഓസ്ട്രേലിയൻ നിലവാരത്തിലുള്ള സർട്ടിഫിക്കറ്റ് 3 ഇൻ ഇൻഡിവിജ്വൽ സപ്പോർട്ട് അല്ലെങ്കിൽ തത്തുല്യമായ വിദേശ നഴ്സിംഗ് കെയർ യോഗ്യത. പ്രവൃത്തി പരിചയം. ഓസ്ട്രേലിയയ്ക്ക് പുറത്തു നിന്നാണ് അപേക്ഷിക്കുന്നതെങ്കിൽ കുറഞ്ഞത് 1 വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ്. ലേബർ എഗ്രിമെൻറ്റ് വഴിയാണെങ്കിൽ ഇളവുകൾ ലഭിക്കാം.
സ്കിൽസ് അസസ്മെൻറ്റ്. നിങ്ങളുടെ യോഗ്യത ഓസ്ട്രേലിയൻ മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണെന്ന് തെളിയിക്കാൻ ANMAC അല്ലെങ്കിൽ ACWA പോലുള്ള അതോറിറ്റികളിൽ നിന്ന് അനുമതി വാങ്ങണം. മറ്റ് സർട്ടിഫിക്കറ്റുകൾ ഇൻ്റർനാഷണൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കറ്റ് എന്നിവ നിർബന്ധമാണ്. കൂടുതൽ ഔദ്യോഗിക വിവരങ്ങൾക്ക് ഓസ്ട്രേലിയൻ ഇമിഗ്രേഷൻ വെബ്സൈറ്റിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോം അഫയേഴ്സ് ഇൻഡസ്ട്രി ലേബർ എഗ്രിമെൻറ്റ്സ് സന്ദർശിക്കുക. അടുത്ത ജോലി ഒഴിവുകൾ വരുന്നത് നഴ്സുമാർക്കാണ്. രജിസ്റ്റേർഡ് നഴ്സുമാർക്ക് ഓസ്ട്രേലിയയിൽ ഇപ്പോൾ സുവർണകാലമാണ്. ഓസ്ട്രേലിയയിൽ രജിസ്റ്റർ ചെയ്ത നഴ്സുമാർക്ക് വലിയ തൊഴിലവസരങ്ങൾ ഇപ്പോൾ ഉണ്ട്. രാജ്യത്തെ ആരോഗ്യ മേഖലയിൽ നഴ്സിംഗ് ക്ഷാമമുള്ളതിനാൽ വിദേശത്തു നിന്നുള്ള യോഗ്യതയുള്ള നഴ്സുമാർക്കായി സർക്കാർ നിരവധി ഇമിഗ്രേഷൻ വിസ പാതകൾ ഒരുക്കിയിട്ടുണ്ട്. ഇവർക്ക് വാർഷിക ശമ്പളം AUD 85,000 മുതൽ 1,20,000 വരെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഗ്രാമപ്രദേശങ്ങളിലും നഗരങ്ങളിലും നഴ്സുമാരുടെ ക്ഷാമം ഒരുപാടുണ്ട് എന്നുള്ളതുകൊണ്ട് 482 വിസ സ്പോൺസർഷിപ്പ് ഉൾപ്പെടെയുള്ള അവസരങ്ങൾ ലഭ്യമാണ്. ഓസിസ് ഗ്രൂപ്പ് ഇത്തരം സഹായങ്ങൾ നൽകുന്നുണ്ട്. AUSSIZZ ആണ് ഇതിൻ്റെ സ്പെല്ലിംഗ് വരുന്നത്. അത് വെച്ച് നിങ്ങൾ നോക്കിയാൽ മതി. അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള BSc നഴ്സിംഗ് അല്ലെങ്കിൽ GNM കോഴ്സും കുറഞ്ഞത് 1 അല്ലെങ്കിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. AHPRA രജിസ്ട്രേഷൻ. ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദേശ നഴ്സുമാർ ആദ്യം ഓസ്ട്രേലിയൻ ഹെൽത്ത് പ്രാക്ടീഷണർ റെഗുലേഷൻ ഏജൻസി AHPRA വഴി രജിസ്ട്രേഷൻ നേടണം. ഇതിനായി ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം തെളിയിക്കുന്ന IELTS അല്ലെങ്കിൽ OET അല്ലെങ്കിൽ PTE സ്കോറുകൾ ആവശ്യമാണ്. സ്കിൽഡ് മൈഗ്രേഷൻ, സ്കിൽഡ് ഇൻഡിപെൻഡൻസ് വിസ സബ് ക്ലാസ് 189, സ്കിൽഡ് നോമിനേറ്റഡ് വിസ സബ് ക്ലാസ് 190 എന്നിവയിലൂടെ നേരിട്ട് പെർമനൻറ്റ് റെസിഡൻസി നേടാവുന്നതാണ്. തൊഴിലുടമ സ്പോൺസർഷിപ്പാണ് അടുത്തത്. എംപ്ലോയർ സ്പോൺസർഷിപ്പ്. ഓസ്ട്രേലിയൻ ഹോസ്പിറ്റലുകളിൽ നിന്നോ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നോ സ്പോൺസർഷിപ്പ് ലഭിക്കുന്നതിലൂടെ സബ് ക്ലാസ് 482 വിസ ജോലിയിൽ പ്രവേശിക്കാം. കൂടുതൽ വിവരങ്ങൾക്കും നേരിട്ടുള്ള രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി ബോർഡ് ഓഫ് ഓസ്ട്രേലിയ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി ബോർഡ് ഓഫ് ഓസ്ട്രേലിയ വെബ്സൈറ്റ്. പിന്നെ ഉള്ളത് കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ്. കൺസ്ട്രക്ഷൻ ആൻഡ് ട്രേഡ്സ് ജോബ്. കൺസ്ട്രക്ഷൻ ലേബറർ, മെക്കാനിക്കൽ ഫിറ്റർ, എക്സ്കവേറ്റർ ഓപ്പറേറ്റർ, ഇലക്ട്രീഷ്യൻ, പ്ലംബർ തുടങ്ങിയ തൊഴിലുകൾക്ക് വലിയ ഡിമാൻഡുണ്ട്. 70,000 AUD മുതൽ 1,00,000 AUD വരെ നിങ്ങൾക്ക് ശമ്പളം ലഭിക്കാം. ചില കമ്പനികൾ റീലൊക്കേഷൻ സപ്പോർട്ടും വിസ സ്പോൺസർഷിപ്പും നൽകുന്നുണ്ട്. സീക്ക് ഓസ്ട്രേലിയ ഇത്തരമൊരു സ്ഥാപനമാണ്. പിന്നെ ഹോസ്പിറ്റാലിറ്റി സെക്ടറിൽ ഷെഫ്, കുക്ക്, ഹോട്ടൽ മാനേജർ, ഗസ്റ്റ് സർവീസ് മാനേജർ തുടങ്ങിയ തൊഴിലുകൾക്കും ധാരാളം അവസരങ്ങളുണ്ട്. സീക്കിൽ ഇപ്പോൾ ഹെഡ് ഷെഫ് ഒഴിവുകൾ AUD 80,000 മുതൽ 85,000 വരെ ശമ്പളത്തോടെ വിസ സ്പോൺസർഷിപ്പ് സഹിതം പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു മുമ്പ് തൊഴിൽജാലകത്തിൽ തന്നെ ഒരു വീഡിയോയിൽ ഷെഫിൻ്റെ ഒഴിവുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ജർമ്മനിയിലുള്ള ഒഴിവുകളെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഓസ്ട്രേലിയയിലും ഇപ്പോൾ ധാരാളം ഷെഫിൻ്റെ ഒഴിവുകൾ വന്നിട്ടുണ്ട്. സീക്ക് ഓസ്ട്രേലിയ ഇത്തരം സഹായങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. പിന്നെ ഒഴിവുകളുള്ളത് ടീച്ചിങ് ജോബ്സിനാണ്. സയൻസ് ടീച്ചർ, കെമിസ്ട്രി ടീച്ചർ, ചൈൽഡ് കെയർ എഡ്യൂക്കേറ്റർ, മാത്സ് ടീച്ചർ തുടങ്ങിയ തൊഴിലുകൾക്കും വിദേശികൾക്ക് അവസരമുണ്ട്. 80,000 AUD മുതൽ 1,30,000 AUD വരെ ശമ്പളം ലഭിക്കും. 482 വിസ സ്പോൺസർഷിപ്പ് പരിഗണിക്കുന്നുണ്ട്. സീക്ക് ഓസ്ട്രേലിയ ഈ വിസ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള സഹായങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരും. ഇനി ഈ ഓസ്ട്രേലിയയിൽ ഇതുപോലെ തന്നെ പോകാൻ താല്പര്യമുള്ളവർ എന്തെല്ലാമാണ്, ഏത് വെബ്സൈറ്റിൽ കൂടെയാണ് അപേക്ഷിക്കേണ്ടത് എന്നെല്ലാം സംശയമുണ്ടെങ്കിൽ കുറച്ച് വെബ്സൈറ്റുകളുടെ പേര് പറയാം. വർക്ക്ഫോഴ്സ് ഓസ്ട്രേലിയ, സീക്ക് ഓസ്ട്രേലിയ, ഇൻഡീഡ് ഓസ്ട്രേലിയ, റാൻസ്റ്റാഡ് ഓസ്ട്രേലിയ. ഇതിലെല്ലാം തന്നെ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റുകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ജോലി ഒഴിവുകളും എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, ഓസ്ട്രേലിയയിലേക്ക് പോകാൻ എന്തെല്ലാം വേണം തുടങ്ങിയ കാര്യങ്ങൾ വളരെ വിശദമായി നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ നിങ്ങളൊരു ജോലിക്ക് അപേക്ഷിക്കുകയാണ് ഓസ്ട്രേലിയയിലേക്കെങ്കിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഓസ്ട്രേലിയൻ സ്റ്റൈൽ റെസ്യൂം തയ്യാറാക്കണം. IELTS അല്ലെങ്കിൽ PTE സ്കോർ ഉണ്ടെങ്കിൽ കൂടുതൽ സാധ്യതയുണ്ട്. വിസ സ്പോൺസർഷിപ്പ് അല്ലെങ്കിൽ 482 വിസ എന്ന കീവേഡ് ഉപയോഗിച്ച് തിരയുക. ലിങ്ക്ഡിൻ പ്രൊഫൈൽ പുതുക്കി വയ്ക്കുക. കവർ ലെറ്റർ തയ്യാറാക്കുക. ഓസ്ട്രേലിയയിൽ 2026 ഏറ്റവും കൂടുതൽ അവസരമുള്ള മേഖലകൾ ഏജ്ഡ് കെയർ, നഴ്സിംഗ്, കൺസ്ട്രക്ഷൻ, ടീച്ചിങ്, ഹോസ്പിറ്റാലിറ്റി എന്നിവയാണ്. 100 കണക്കിന് വിസ സ്പോൺസർഷിപ്പ് ജോലികൾ ഇപ്പോൾ ലഭ്യമാണ്. ശരിയായ റെസ്യൂം തയ്യാറാക്കി ഉടൻ അപേക്ഷിച്ചാൽ വിദേശ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾക്കും സാധിക്കും. ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യൂ. പുതിയ തൊഴിൽ വാർത്തകൾക്കായി തൊഴിൽജാലകം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.